Sreekiran.ലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സാൻഡ് ബ്ലോക്ക് അഥവാ Hourglass ഉണ്ടാക്കിയെടുക്കാം. Hourglass പണ്ടുകാലത്ത് ആൾക്കാർ സമയം നോക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് Hourglass. അവർ അതിനെ ടൈമറായിട്ടും ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മൊബൈലും ക്ലോക്കും ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ആൾക്കാർ ഫാഷന് വേണ്ടിയാണ് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ കറക്റ്റ് 2 മിനിറ്റ് ആകുമ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന സാൻഡ് തീരും. പെർഫെക്റ്റ് 2 മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും തെറ്റത്തില്ല. പെർഫെക്റ്റ് 2 മിനിറ്റ് ആകുമ്പോൾ സാൻഡ് വീഴുന്ന നിൽക്കും. ഇങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ സമയം നോക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി വലിയൊരു 5 മിനിറ്റിന്റെ Hourglass എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് Hourglass ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ആപ്പി ഫിസിന്റെ ബോട്ടിൽ വേണം. ഇതേപോലത്തെ 2 ബോട്ടിൽ വേണം. നമ്മൾ 2 ബോട്ടിലും കാലിയാക്കിയതിന് ശേഷം നല്ല ഉണക്ക് കഴുകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലേബലെല്ലാം പതച്ച് കളയുക. പിന്നെ നമ്മൾ ഒരു അടപ്പെടുക്കുക. അടപ്പിനകത്ത് ഒരു കുഞ്ഞു ഹോൾ ഇടുക. കറക്റ്റ് സെൻട്രലായിട്ടിടുക. വളരെ കുഞ്ഞു ഹോളാണ് ഇടേണ്ടത്. നമ്മൾ മറ്റേ ബോട്ടിൽ എടുക്കുക. മറ്റേ ബോട്ടിലിനകത്ത് അടപ്പ് നമ്മൾ എടുത്ത് കളയുക. എന്നിട്ട് അതിനകത്ത് ഫുള്ള് സാൻഡ് ആക്കുക. ഈ സാൻഡ് പ്യൂരിഫൈ ചെയ്ത സാൻഡാണ്. നമ്മൾ ആദ്യം ഈ ബോട്ടിൽ എടുക്കുക. ഈ ബോട്ടിലെടുത്ത് സാൻഡ് നമ്മൾ ഈ അറ്റം വരെ നടക്കേണ്ടതാണ്. നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുത്ത സാൻഡ് ഉണക്കിയിട്ട് നല്ല തരി ആകുമ്പോൾ ഇങ്ങോട്ട് വെച്ച് ചെയ്യുക. ഇനി നമ്മൾ ഗ്ലൂഗൺ ചൂടാക്കുക. നമ്മൾ നേരത്തെ എടുത്ത അടപ്പ് നേരെയല്ല വെക്കേണ്ടത്. നമ്മൾ ഈ അടപ്പ് നേരെ തല തിരിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. പെർഫെക്റ്റായിട്ട് ഒട്ടിക്കുക. ഇനി ഗ്ലൂഗൺ ഡ്രൈ ആവാൻ ഇച്ചിരി നേരം കൊടുക്കുക. നമ്മൾ സൈഡൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക സമയം കൊണ്ട്. നമ്മൾ ഈ ഗ്ലൂ ആവാതെ അതിനകത്ത് പിടിക്കല്. അതിനകത്ത് പിടിച്ചാൽ അതിങ്ങ് ഊരിപ്പോരും. നമ്മൾ എപ്പോഴും നല്ല ഉണക്ക് ഡ്രൈ ആവാൻ സമയം കൊടുക്കുക. ഇപ്പോൾ അത് നല്ല ഉണക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ ടേപ്പ് എടുക്കുക. പേപ്പർ ടേപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ടേപ്പ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സെല്ലോ ടേപ്പ് എടുക്കുക. എന്നിട്ട് നല്ല ഇതേ കണക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കുക. നമ്മൾ ഗ്ലൂഗൺ ചെയ്തതിൻ്റെ എക്സ്ട്രാ പ്രൊട്ടക്ഷനാണിത്. അഥവാ ഗ്ലൂഗൺ ഊരിപ്പോയാലും ഇത് പ്രൊട്ടക്റ്റ് ചെയ്തോളും. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും വീടിൻ്റെ വെളിയിൽ വെച്ച് ചെയ്യുക. എപ്പോഴെങ്കിലും അറിയാതെ ഇതിന് കൈ തട്ടിയാൽ ഫുള്ളും മണലും തറയിൽ പോകും. പിന്നെ ഭയങ്കര പണിയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ബോർഡിൽ എടുക്കുക. ഇതിൻ്റെ മണ്ടയ്ക്കോട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആപ്പി ഫിസിൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് വരെ എടുത്തിട്ടുണ്ട്. മണ്ടവശം വരെ, ടോപ്പ് ഫാം വരെ. അപ്പം ഇത്ര എടുക്കുമ്പോഴുള്ള പ്രത്യേകത, ഇത് 5 മിനിറ്റാണ്. ഇപ്പം ഇത് ഫുള്ള് വീണ് കഴിയുന്ന സമയം 5 മിനിറ്റാണ്. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ കമത്തി വെച്ചാൽ ഇത് വീഴാൻ തുടങ്ങും. കറക്റ്റ് 5 മിനിറ്റ് കഴിയുമ്പം ഇത് വീണ് തീരും. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് മാറ്റും തോറും ഹോളിൻ്റെ സൈസ് കുറയ്ക്കും തോറും കൂട്ടും തോറും ഇതിൻ്റെ ടൈമിൻ്റെ വ്യത്യാസം വരും. നമ്മളിപ്പോൾ മണൽ പകുതി നിറച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് ആവും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം ഞാനിത് തിരിച്ച് വെച്ച് കാണിക്കാം. ഇത് കറക്റ്റ് 5 മിനിറ്റ്സ് ആകുമ്പം ഇതിനകത്ത് മണൽ ഫുള്ള് വീണ് തീരും. ഇത് ഞാൻ ഉണ്ടാക്കിയ 2 മിനിറ്റിൻ്റെയാണ്. ഇത് 2 മിനിറ്റ്സ് ആകുമ്പോൾ വീണ് തീരും. നമ്മൾക്ക് കളർ കൊടുക്കണമെങ്കിൽ അക്രിലിക് കളർ മിക്സ് ചെയ്താൽ മതി സാൻഡിൻ്റെ കൂടെ.
ഫ്രണ്ട്സ്, അപ്പം ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ 2 ഇഞ്ച് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നടത്തിക്കോളൂ. പിന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു.